ഹായ് ജെഇ ആസ്പിരൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ജെഇ ആസ്പിരൻറ്റിൻ്റെ മനസ്സിൽ എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രണ്ട് ടേമുകളെ കുറിച്ചാണ്. പേഴ്സൻറ്റേജും പേഴ്സൻറ്റൈലും. പേഴ്സൻറ്റൈലും ഒന്നാണോ, അല്ലെങ്കിൽ എന്താണ് പേഴ്സൻറ്റേജ്, എന്താണ് പേഴ്സൻറ്റൈൽ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും നിങ്ങളൊരു ജെഇ ആസ്പിരൻ്റ് ആണെങ്കിൽ. കാരണം പേഴ്സൻറ്റൈൽ എന്നുള്ള വാക്ക് നമ്മൾ ജെഇ മെയിനിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് കേട്ട് പരിചയമുള്ളത്. അപ്പോൾ നമുക്കിത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നും പേഴ്സൻറ്റൈൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയൊരു പരീക്ഷ, ഇപ്പോൾ 300 മാർക്കിൻ്റെ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയാൽ 150 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ കിട്ടിയതെങ്കിൽ 300ൻ്റെ പകുതിയാണ് 150 അല്ലേ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 50% ആണ്. അവിടെ ആ പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം ഒരു തരത്തിലും പേഴ്സൻറ്റേജ് തീരുമാനിക്കുന്നതിൽ വരുന്നേ ഇല്ല. ഇപ്പോൾ 100 പേര് എഴുതിയ പരീക്ഷയാണെങ്കിലും 1000 പേര് എഴുതിയ പരീക്ഷയാണെങ്കിലും 10,000 പേര് എഴുതിയ പരീക്ഷയാണെങ്കിലും ഒക്കെ 300ൽ 150 മാർക്ക് കിട്ടിയാൽ നിങ്ങളുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 50% തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. പേഴ്സൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം നിർണായകമാണ്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങളുടെ പേഴ്സൻറ്റൈൽ 90% ആണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1000 പേര് എഴുതിയ ഒരു പരീക്ഷ, അതിൽ നിങ്ങളുടെ പേഴ്സൻറ്റേജ് 90% ആണ് എന്ന് പറഞ്ഞാൽ 90% ആളുകൾ നിങ്ങളെക്കാൾ താഴെ സ്കോർ ചെയ്ത ആളുകളാണെന്നും 10% ആളുകൾ നിങ്ങളെക്കാൾ മുകളിൽ സ്കോർ ചെയ്ത ആളുകളാണെന്നുമാണ് 90% എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അപ്പോൾ 1000 പേര് എഴുതിയൊരു പരീക്ഷയിൽ നിങ്ങളുടെ പേഴ്സൻറ്റേജ് 90 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? 900 ആളുകൾ നിങ്ങളെക്കാൾ താഴെയാണെന്നും ബാക്കി 100 ആളുകൾ നിങ്ങളെക്കാൾ മുകളിലാണെന്നുമാണ് 90% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജെഇ മെയിൻ പരീക്ഷയ്ക്ക് പേഴ്സൻറ്റേജിന് പകരം പേഴ്സൻറ്റൈൽ എടുക്കുന്നത്? കാരണം ജെഇ മെയിൻ എന്ന് പറയുന്നത് പല ദിവസങ്ങളിലായി പല ഷിഫ്റ്റുകളിലായി നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഓരോ ഷിഫ്റ്റിലെയും ചോദ്യപേപ്പറുകൾ ഡിഫറൻ്റ് ആയിരിക്കും. പല ഷിഫ്റ്റുകളിലും പല ഡിഫിക്കൽട്ടി ലെവലുള്ള ചോദ്യപേപ്പറുകളായിരിക്കും ഉണ്ടാക്കുക. പല നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും എഴുതുന്നുണ്ടാവാം. അപ്പോൾ ഇതൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയാണ് പേഴ്സൻറ്റൈൽ എടുക്കുന്നത്. അപ്പോൾ ഓരോ ഷിഫ്റ്റിലെയും ഇപ്പോൾ 300 മാർക്കിനാണ് ജെഇ മെയിൻ പരീക്ഷ നടക്കുക. അപ്പോൾ ഒരു ഷിഫ്റ്റിൽ 300 മാർക്കിൽ ആ പേപ്പർ വളരെ ഈസി ആയൊരു പേപ്പറായിരുന്നു. അവിടെ ടോപ്പ് സ്കോറായി വന്നത് 250 ആണെന്ന് വിചാരിക്കുക. മറ്റൊരു ദിവസത്തെ ഷിഫ്റ്റിൽ 300 മാർക്കിൽ ആ പരീക്ഷ വളരെ ടഫായൊരു പരീക്ഷയായിരുന്നു. അന്ന് ടോപ്പ് സ്കോർ വന്നത് 150 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടുപേരെ നമുക്ക് പേഴ്സൻറ്റേജ് വെച്ചുകൊണ്ട് ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല ഒരു റാങ്ക് ലിസ്റ്റിലേക്ക്. അപ്പോൾ അതിന് പകരമാണ് പേഴ്സൻറ്റൈൽ വെക്കുന്നത്. ഓരോ ഷിഫ്റ്റിലും പേഴ്സൻറ്റൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ പൊസിഷൻ എവിടെയാണ് ആ ഒരു ഷിഫ്റ്റിൽ എന്നുള്ളത്. ആ ഷിഫ്റ്റിൽ നമുക്ക് മുകളിൽ സ്കോർ ചെയ്ത എത്ര പേരുണ്ട്, നമുക്ക് താഴെ സ്കോർ ചെയ്ത എത്ര പേരുണ്ട്. അപ്പം 99% ഒരു ഉദാഹരണം കൂടി പറയാം. ജെഇ മെയിൻ പരീക്ഷയിൽ നിങ്ങളുടെ പേഴ്സൻറ്റേജ് 99 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 99% ആളുകളും നിങ്ങൾക്ക് താഴെയാണെന്നും ബാക്കി 1% ആളുകൾ മാത്രമാണ് നിങ്ങൾക്ക് മുകളിൽ സ്കോർ ചെയ്ത ആളുകളെന്ന് വേണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1000 പേര് എഴുതുന്ന ഒരു പരീക്ഷയിൽ 99% നിങ്ങളുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 990 പേര് നിങ്ങൾക്ക് താഴെയാണെന്നും വെറും 10 പേര് മാത്രമാണ് നിങ്ങൾക്ക് മുകളിലെന്ന് വേണം. അപ്പോൾ നിങ്ങളുടെ സ്കോർ ജെഇ മെയിനിൽ 100% ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ടോപ്പർ. ഓക്കെ, നിങ്ങൾക്ക് താഴെയാണ് ബാക്കി പരീക്ഷയും എഴുതിയ മുഴുവൻ ആളുകളും എന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോർമലി നമ്മൾ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് 2 ഫേസുകളിലായിട്ടാണ് ശരിക്കും ജെഇ മെയിൻ്റെ പരീക്ഷ ഉണ്ടാവുക. ജനുവരിയിൽ ഒരു ഫേസും ഏപ്രിൽ മറ്റൊരു ഫേസും. അപ്പോൾ ശരിക്കും ജനുവരി ഫേസിലാണ് ഈ പേഴ്സൻറ്റൈൽ എന്ന് പറയുന്ന സംഗതി ഒരു നിർണായക ഘടകമാകുന്നത്. കാരണം ഏപ്രിലിലെ 2ാമത്തെ ഫേസ് കൂടി കഴിഞ്ഞിട്ടാണ് ജെഇ മെയിനിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ജനുവരിയിലെ പരീക്ഷ കഴിയുമ്പോഴേ നമ്മുടെ ഒരു പൊസിഷൻ ഏകദേശം എവിടെ ആയിരിക്കും എന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് പേഴ്സൻറ്റൈൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏപ്രിലെ പരീക്ഷ കഴിഞ്ഞാലും സെക്കൻഡ് ഫേസ് കഴിഞ്ഞാലും പേഴ്സൻറ്റൈൽ ഉണ്ടാകാറുണ്ട്, പേഴ്സൻറ്റൈൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 ഫേസുകളിലും ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് 1ൽ 90%, ഫേസ് 2ലേക്ക് എത്തിയപ്പോൾ 95% ഉണ്ടെങ്കിൽ അതിലേതാണോ ബെസ്റ്റ് പേഴ്സൻറ്റൈൽ 95 ആണ്. ആ 95 കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് NTA പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന പേഴ്സൻറ്റൈൽ വെച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും നോക്കുക 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ജെഇ മെയിനിൽ നമ്മളൊരു 90%ലോ അല്ലെങ്കിൽ 90ക്ക് അടുത്ത് സ്കോർ ചെയ്യുമ്പോഴാണ് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജെഇ അഡ്വാൻസിന് ക്വാളിഫൈഡ് ആകുക. അപ്പോൾ ജെഇ അഡ്വാൻസിന് ക്വാളിഫൈഡ് ആകുന്ന ഒരു പേഴ്സൻറ്റൈൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 90%ന് അടുത്തായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു 97%ലൊക്കെ നിങ്ങൾ സ്കോർ ചെയ്താൽ, 97-98%ലൊക്കെ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു NITയിൽ ഓക്കെ കുഴപ്പമില്ലാത്തൊരു കോഴ്സിന് നമുക്ക് എന്ത് കിട്ടും? അഡ്മിഷൻ കിട്ടും. ഒരു 99% സ്കോർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് NITയിൽ ഒരു ബെസ്റ്റ് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാമെന്നാണ് 99% കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും JEE അഡ്വാൻസ്ഡ് എഴുതി ക്വാളിഫൈഡ് ആയാൽ മാത്രമാണ് IITകളിൽ അഡ്മിഷൻ പരിഗണിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ എല്ലാവരുടെയും തയ്യാറെടുപ്പുകളൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നറിയാം. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. 2025 JEE നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. ഓൾ ദി ബെസ്റ്റ്.